ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ എക്സിബിഷൻ കാണാനാണ് പോയത്. എക്സിബിഷൻ എന്ന് പറയുമ്പോൾ എല്ലാ തൃശ്ശൂരുകാരുടെ മനസ്സിലും ഒരു നല്ലൊരു ഓർമ്മയാണ്. അത് കണ്ടില്ലെങ്കിൽ പൂരം ഒരു ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ഞങ്ങളും കാണാൻ പോയി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. ഫസ്റ്റ് തന്നെ കണ്ടത് മറ്റേ ബെഡ്ഷീറ്റിൻ്റെയും സോഫക്കാട്ടയൊക്കെയാണ്. പിന്നെ യൂഷ്വലി നമ്മുടെ പൂരപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ ഉള്ള പോലത്തെ ഓരോ സ്റ്റോളുകളുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ കാറിന് വില ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് 1500 രൂപ. ഞാൻ ഷോക്കായി പോയി. പിന്നെ ഇങ്ങനെ കുറച്ച് ആക്സസറീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ കുറച്ച് യൂണിക് കടകൾ വന്നിട്ടുണ്ട്. അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഇത് മറ്റേ സ്പെക്സിൻ്റെ കടയാണ്. നമ്മുടെ ഒരു കണ്ണാടി മേടിച്ചാൽ 100 രൂപ അങ്ങനെ എന്തോ ആണ്. പിന്നെ ഈ കട എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ആൻറ്റിക് പോലത്തെ സംഭവങ്ങളുടെ കടയാണ്, മരത്തിൻ്റെ സാധനങ്ങളുടെ കടയാണ്. ഇതിലൊരു ചട്ടകത്തിന് വില ചോദിച്ചപ്പോൾ 150 എന്ന് പറഞ്ഞത്. ബട്ട് ബെസ്റ്റ് ക്വാളിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ കൃഷ്ണൻ്റെയൊക്കെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. പിന്നെ 5 പീസ് കപ്പ് മേടിച്ചാൽ 150 റുപ്പീസിന്. കപ്പൊക്കെ വെറൈറ്റി മോഡൽസിലുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ തലയേക്കൂടെ പോവാൻ. ഇത് പിന്നെ ഒരു ഹിന്ദിക്കാരുടെ കടയാണ്. നമ്മുടെ യൂണിക് ചുരിദാറിൻ്റെ ഒരു സെറ്റിൻ്റെ ഒരു കട. നമ്മളിവിടെ ഒന്നും ഇങ്ങനത്തെ ഒരു യൂണിക് പീസൊന്നും ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി. അപ്പോൾ എനിക്ക് ഈ ചുരിദാറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ചുരിദാറുകളുണ്ടായിരുന്നു. ചുരിദാറുകളുടെ ഒരു ലോകം. പ്രൈസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 1500 ആയിരുന്നു പ്രൈസ് ഇതിൻ്റെ. വിത്ത് ബോട്ടം ലൈനിങ് എല്ലാം ഉണ്ട്, പാൻറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു രസമായിരുന്നു. നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയൽ. നമുക്ക് പിന്നെ അടിക്കാനുള്ള പ്രൈസ് മാത്രം കൊടുത്താൽ മതി. ലൈനിങ് വരെ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ വെറുത്താന്ന് എനിക്ക് തോന്നി. പിന്നെ അവരുടെ ഒരു സംസാര ശൈലി നമുക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. അവർ ഹിന്ദിയാണല്ലോ പറയുന്നത്. അവർ നോക്കൂ എന്ന് പറയുന്നത് തന്നെ വേറൊരു ടോണിലാകുമ്പോൾ അതൊക്കെ ആകുമ്പോൾ ആ കടയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട്. അതുപോലെ ഈ ഒരു ചുരിദാറിൻ്റെ പീസ് നമ്മൾ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ആ കടയിൽ നിന്ന് ഞങ്ങൾ പോന്നു. പിന്നെ അടുത്തതായിട്ട് ബാഗിൻ്റെ ഒരു ഷോപ്പാണ് കണ്ടത്. ബാഗ്, പേഴ്സ്. അതിപ്പോൾ അത്ര യൂണീക്കായിട്ട് എനിക്ക് തോന്നില്ല. സാധാരണ നമ്മുടെ കടയിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് സംഭവമായിരുന്നു. പിന്നെ രാജസ്ഥാനി ചെരുപ്പുകൾ. അതും നമ്മുടെ നാട്ടിൽ കാണാത്ത കാരണം അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. എല്ലാ എക്സിബിഷനും വരാറുണ്ട്, പക്ഷെ അതൊരു വെറൈറ്റിയാണ്. കുറേ പേര് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നൊസ്റ്റാൾജിക് പോയിൻ്റ്, നമ്മുടെ പണ്ടത്തെ കുറേ മിഠായികൾ. അത് കണ്ടപ്പോഴത്തെ വായിൽ വെള്ളം ഊറിപ്പോയി. നൊസ്റ്റാൾജിക് കടയാണ് നമ്മുടെ പണ്ടത്തെ കുറേ മിഠായികളുണ്ടായിരുന്നു. പുളിമിഠായി സംഭവങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ ഇത് നമ്മുടെ സ്കൂൾ ആക്സസറീസ്, സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ പൗച്ച്, പെന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ നേരത്ത് ഒടുക്കത്തെ തിരക്കായിരുന്നു, നിറയെ ആൾക്കാർ. പിന്നെ ഈ ഷോപ്പിൻ്റെ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാരണം അവിടുത്തെ ഈ ചുരിദാറുകളൊക്കെ എന്തൊരു ഭംഗിയായിരുന്നു കാണാമെന്നറിയോ. അതൊരു ലൈറ്റിങ്ങിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണ് കൂടുതൽ അട്രാക്ഷൻ വരുന്നത് ആ കടയിലേക്ക്. ഞാൻ യൂഷ്വലി കുറേ കടകളുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കടകൾ തന്നെ കുറേ വന്നിട്ടുണ്ട് അവിടെ. റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ ആക്സസറീസ് അങ്ങനത്തെ കടകൾ. പിന്നെ ഇത് കോമ്പിൻ്റെ ഒരു പ്ലേസ് ആയിരുന്നു ഈ ഒരു പീസ്. പിന്നെ ഇങ്ങനത്തെ ചുരിദാറുകളൊക്കെ ഭയങ്കര യൂണീക്കായിരുന്നു. അങ്ങനത്തെ തന്നെ 2-3 കടകളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ധോത്തീസിൻ്റെ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഹലുവ, സൂപ്പർ ഹലുവയായിരുന്നു തോന്നുന്നു. ഞങ്ങൾ പീസ് മേടിച്ച് ടേസ്റ്റ് ചെയ്തൊന്നും ഒരു സംശയം. പിന്നെ ഇത് ഒരു ഷോപ്പ്, കോമ്പിൻ്റെ ഒരു ഷോപ്പ്. പിന്നെ സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൈലാഞ്ചി അച്ച് നമ്മുടെ കയ്യിലിട്ട് തരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ജേഴ്സിയുടെ കടകളുണ്ടായിരുന്നു. ജേഴ്സിയൊക്കെ നമ്മൾ സാധാരണ ഷോപ്പിൽ കാണുന്നത്. പിന്നെ ഈ ഉണ്ണിയിൽ എല്ലാവർക്കും ഹൈഫൈ കൊടുക്കുക, ബട്ട് അത് അവൻ്റെ അമ്മ അറിയില്ല. ആ ഉണ്ണീനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് വീണ്ടും നമ്മുടെ യൂഷ്വലി കപ്പിൻ്റെ സ്ഥലങ്ങളാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ കടയിൽ വില ചോദിച്ചിട്ട് അവിടെ നിന്ന് തന്നെ അപ്പനെ മേടിക്കരുത്. പോകുന്തോറും എല്ലാ കടകളിലും വില ചോദിച്ചിട്ട് വേണം മേടിക്കാൻ. ആദ്യത്തെ കടയിൽ വില കൂടുതലാവും ചിലപ്പോൾ. ഞങ്ങളൊരു സാധനത്തിൽ നോക്കിയപ്പോൾ ആദ്യത്തെ കടയിൽ 1500, പിന്നത്തെ കടയിൽ പറഞ്ഞാൽ 1200. അങ്ങനെ വില കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ മേടിക്കുക പോയാൽ.
പിന്നെ ഇത് ചുരിദാറിൻ്റെ ഒരു കളക്ഷൻ. നമ്മുടെ ഓൺലൈനിൽ കാണുന്ന കുറേ ചുരിദാറിൻ്റെ ഒരു കളക്ഷനായിരുന്നു. പിന്നെ ഇത് നമ്മുടെ യൂഷ്വൽ സ്പോട്ടിലെ ആ ജ്യൂസിൻ്റെ ഒരു കടയുണ്ട്, നമ്മുടെ യൂഷ്വൽ സ്പോട്ടിൽ കാണുന്നത്. ഇത് പിന്നെ ഒരു ആൻറ്റിക് യൂണിക് കടയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടമായി. ബട്ട് അവിടെ ഭയങ്കര തിരക്കായ കാരണം അധികം കയറാൻ പറ്റിയില്ല. പിന്നെ ഇത് നമ്മുടെ രാജസ്ഥാനി. ബട്ട് ഇതിൽ കുറേ ഒരു വെറൈറ്റി ബാംഗിൾസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ബാംഗിൾ മേടിക്കാൻ നോക്കിയപ്പോൾ അത് നമ്മുടെ പാമ്പിൻ്റെ ഷേപ്പ്. ഞങ്ങൾ അതോടുകൂടി അതവിടെ വെച്ചു, അല്ലെങ്കിൽ അത് മേടിക്കാൻ കയ്യിലെടുത്തപ്പോഴാണ് കണ്ടത്. അപ്പോൾ അയാൾ ഹിന്ദിയിൽ സ്നേക്ക് അങ്ങോട്ട് പറഞ്ഞു. പിന്നെ ഇത് ഒരു സെറ്റ് കുപ്പിവള, പിന്നെ ആൻറ്റിക് ബാങ്കിളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. മെറ്റലിൻ്റെ ബാങ്കിൾ. ഇതൊന്നും പെട്ടെന്ന് കേട് വരില്ല, നല്ല രസമുണ്ട്. ബട്ട് നല്ല വിലയുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്നാക്സ് ഐറ്റംസ് ആണ്. ബട്ട് ഇതിൻ്റെ അടുത്തേക്ക് കൂടെയൊക്കെ പോകുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ നൊസ്റ്റാൾജിക്ക്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് പിക്കിൾസ്. ബട്ട് ഒരിക്കലും അതൊന്നും മേടിച്ച് തരത്തില്ല. പിന്നെ ഇത് നമ്മുടെ മിഠായിയുടെ. പിന്നെ ഈ ഷോപ്പ് സൂപ്പറായിരുന്നു. നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു പോയിന്റിൽ വെച്ചിട്ട് നല്ലൊരു ഭംഗിയായിട്ട്. പിന്നെ കുറേ ഫ്രെയിംസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കണ്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, കുറേ ഒരു ബോയ്സിന് ഇഷ്ടമുള്ള കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. പിന്നെ ഇത് ഫ്ലവർ ഷോയ്ക്ക് നമ്മൾ എത്തിയ പോലെ ആ കട കണ്ട. ഫുൾ ഫ്ലവേഴ്സ് ഹാങ് ചെയ്തിടലും പ്ലേസ് ചെയ്ത് വെക്കലും ഒക്കെ നല്ല രസമുള്ള കടയായിരുന്നു അത്. കുറേ പേര് നോക്കുന്നുണ്ടായിരുന്നു. 100 രൂപ സംതിങ് എന്തോ. പിന്നെ ഈ ചേട്ടൻ ഇവിടെ ബബിൾ വിടുമായിരുന്നു ഫുൾ നിന്നിട്ട്. പിന്നെ ഉണ്ണികളൊക്കെ കുറേ നിന്നിട്ട് അവിടെ വാശി പിടിക്കണ്ടായിരുന്നു. അമ്മ അത് മേടിച്ചതാന്ന് പറഞ്ഞിട്ട്. പിന്നെ പോപ്കോൺ. ഇതും യൂഷ്വൽ സ്പോട്ടിൽ തന്നെയാണ് ആ സ്റ്റോൾ വന്നേക്കുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. ബട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നില്ല, അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മുടെ കുട്ടികൾ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ഫൺ ടൂറ് പോലത്തെ ഒരു സംഭവം. കുറേ കളിക്കുന്ന ജൈൻറ്റ് വീൽ എല്ലാതും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അതിലൊന്നും കയറാൻ നിന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെയൊക്കെ. കണ്ട് നടക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു സന്തോഷം തരുന്ന ഒരു സംഭവങ്ങൾ. ഞങ്ങൾ ഈ അടുത്ത് വണ്ടർലേ പോയ കാരണം ഇതിലൊന്നും കയറണം അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല, അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ട്. പിന്നെ യൂഷ്വലി ഞങ്ങൾ ഇത് മേടിച്ചു, നമ്മുടെ എല്ലാ കൊല്ലം മുമ്പ് മേടിക്കുന്ന സംഭവമാണ് കോളിഫ്ലവർ ഫ്രൈ. ഇതിന് വന്നിട്ട് 90 റുപ്പീസായിരുന്നു ഒരു പ്ലേറ്റിന്. ഇതും കുഴപ്പമില്ല, പണ്ടത്തെ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എന്നാലും അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇത് ഉണ്ണികൾക്കുള്ള മറ്റേ വാട്ടറിൽ പോകുന്ന ആ ഒരു വണ്ടി അവർ ഓടിച്ചിട്ട് പെഡസ്റ്റൽ, അത് കുട്ടികൾ നന്നായി എൻജോയ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ഈ പെർഫ്യൂമിൻ്റെ കടയുടെ അതിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു മണമായിരുന്നു. പിന്നെ എൻട്രൻസിൻ്റെ കുറേ ബോർഡുകൾ വന്നിട്ടുണ്ട്. ഇത് മറ്റേ മറൈൻ്റെ ഒരു ബോർഡാണ് അവിടെ കണ്ടത്, മറൈൻ എഞ്ചിനീയറിങ്. പിന്നെ നമ്മുടെ MBBSൻ്റെ കുറേ ബോർഡുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാവരും പറ്റിക്കപ്പെടുന്ന ഒരു കട. കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നും. ബട്ട് ഞങ്ങളിതുവരെ കളിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ബട്ട് കുറേ പേര് കളിച്ചിട്ട് കിട്ടുന്നവരുണ്ടാവാം, ബട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ ഇത് നല്ല സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുണ്ടായിരുന്നു, ആൾക്കാരെ കൂളിട്ടായിരുന്നു. പിന്നെ ഇത് കുഴപ്പമില്ലാത്തൊരു കട, ബട്ട് സൈസ് വലുതായിരുന്നു, ഞാൻ എടുത്തില്ല. പിന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ MBBSൻ്റെ ഒരു പരസ്യം, ഒരു മാലാഖ പോലെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. പിന്നെ അങ്കിൾ ജോണിൻ്റെ ഇതൊരു ഇതിൻ്റെ സെറ്റിങ് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഇത് ഫ്ലവർ ഷോപ്പാണ്, സൈഡിൽ പാത്ത് വേയിലുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഇത് വീണ്ടും ഞാൻ ഫോട്ടോ എടുത്തു, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ കോച്ചിങ്ങിൻ്റെ ആ ഒരു പരസ്യം. പിന്നെ ചട്ടി കലം അങ്ങനത്തെയൊക്കെ. പിന്നെ പണ്ട് ഞാൻ ഈ വഴിക്ക് ഇവിടെ പോകുമ്പോൾ ഞാൻ പറയേ അമ്മ ആ ഗ്രില്ലിലൊക്കെ സിംഹമാണെന്ന്. ഞാൻ ആ സൂവിലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു, എനിക്കറിയില്ല പണ്ട് അങ്ങനെയൊക്കെ പറയായിരുന്നു. അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് മൂമെൻറ്റ്. പിന്നെ ഇത് നമ്മുടെ ISROൻ്റെ വകയുള്ള ഒരു പിക്കിൻ്റെ ഒരു സ്ഥലമായിരുന്നു. പിന്നെ ISROയിൽ ഞാൻ കയറിയില്ല, അവരെല്ലാവരും കയറി. ബട്ട് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കയറുന്നത് അത്ര വലിയൊരു താല്പര്യമില്ല. പിന്നെ ഒരു ഫിഷ് പോണ്ടായിരുന്നു, ഇതും ഇതുപോലെ എന്തോ ഒരു സംഭവമായിരുന്നു. പിന്നെ ഇത് ധോത്തി, ഇത് ക്രിസ്മസ് ഈദ് അങ്ങനത്തെ എല്ലാത്തിൻ്റെയും സീസൺ വൈസ് പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുക. ബട്ട് ഞങ്ങൾക്ക് അങ്ങനെ ആരും മേടിക്കാനില്ലാത്ത കാരണം ഞങ്ങൾ മേടിച്ചില്ല ഒന്നും. പിന്നെ ഈ കട അടിപൊളി കടയാണ്, ഭയങ്കര യൂണിക്. ഇതൊരു അടിപൊളി കടയാണ്, ഞാൻ പറഞ്ഞില്ലേ യൂണിക് കടകൾ വന്നിട്ടുണ്ട്, അതിലൊരു പെട്ട ഒരു കടയാണ് ഇത്. ഫുൾ ഹാൻഡിക്രാഫ്റ്റ്. പിന്നെ ഈ ഒരു PP ബാക്കിൽ ഊതിയ ശബ്ദം വരും,
അങ്ങനെ ഒരു കട, അത് ഫുൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടൻ അങ്ങനെ വിളിച്ച് കാണിച്ചു തരണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വഴി കൂടെ പോയാൽ ലാസ്റ്റ് ചെയ്ത് വഴി. അങ്ങനെ ഇക്കൊല്ലത്തെ എക്സിബിഷൻ അങ്ങനെ കണ്ട് കഴിഞ്ഞു. അപ്പം കാണാത്ത എല്ലാവരും വന്ന് എക്സിബിഷൻ കാണണേ. മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് എക്സിബിഷൻ ഇല്ലാണ്ട് എന്ത് കളി, എന്ത് പൂരം, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും എക്സിബിഷൻ വന്ന് കാണണേ. പിന്നെ ഞങ്ങൾ വേറെ കുറേ സ്ഥലത്തേക്ക് ഷോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല നേരം വൈകി വീട്ടിലെത്തുമ്പോഴത്തേനും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അപ്പോൾ താങ്ക് യു.